വിശുദ്ധമായ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളതാണ്. നമ്മൾ കുറേ അവിടെ ആയിരിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചില വിശുദ്ധമായ കാര്യങ്ങൾ നമുക്ക് റിലാക്സായിട്ട് മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ ദേവാലയത്തിൽ കുറേ സമയം നമ്മളിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, എപ്പോഴും ദേവാലയത്തിൽ വരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദേവാലയത്തിലിരുന്ന് വർത്തമാനം പറയുന്നു, ദേവാലയത്തിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കുന്നു, ദേവാലയത്തിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങുന്നു. ഇതൊക്കെ നമുക്ക് റിലാക്സായിട്ട് മാറും. വിശുദ്ധ പറയുന്നത് വിശുദ്ധമായ കാര്യങ്ങൾക്ക് ആ വിശുദ്ധമായിട്ടുള്ള പ്രാധാന്യം നമുക്ക് കൊടുക്കാൻ മനസ്സുണ്ടാക്കണം. നമ്മൾ അങ്ങനെ പ്രവർത്തിച്ച് നമ്മുടെ സാന്നിധ്യം കൊണ്ട് വിശുദ്ധമായ സാന്നിധ്യം അല്ലെങ്കിൽ സ്ഥലം നശിച്ചു പോകരുതെന്നുള്ളതാണ്. ഇന്ന് ദേവാലയം വിശുദ്ധീകരിക്കും, ദൈവം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ കയറ്റിക്കൊണ്ട് പതുക്കെ ആദ്യം വാതിൽക്ക് വന്നു, പിന്നെ ഉള്ളിലേക്ക് കയറി, പിന്നെ ഇങ്ങനെ ബലിപീഠത്തിൻ്റെ അരികിലേക്ക് എത്തി. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും വരിക. ആദ്യം ചെറുതായിട്ടൊന്ന് മൊബൈൽ നോക്കി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ മൊബൈൽ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടേയിരുന്നു, പിന്നെ അത് റിലാക്സായി, പിന്നെ പ്രാർത്ഥന കഴിഞ്ഞു, പിന്നെ അവിടെ ഇരുന്ന് സിനിമ കാണലായി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ റിലാക്സ് ആകുമ്പോൾ വിശുദ്ധമായ കാര്യങ്ങളും റിലാക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റിലാക്സായി വിശുദ്ധമായ സ്ഥലത്തെ വിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലായാലും പ്രാർത്ഥനാ മുറി ഏറ്റവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പതുക്കെ റിലാക്സ് ആകുമ്പോൾ അതും ആ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മളത് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ.